നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. അമേരിക്കൻ തീരുവയെ ചെറുക്കാൻ പ്രാപ്തിയോടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന വ്യവസായം. ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച തീരുറവയുടെ പ്രത്യാഘാതങ്ങളെ ചെറുക്കാൻ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന വ്യവസായത്തിന് പ്രാപ്തിയുണ്ടെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ TV സ്വാമി പറഞ്ഞു. If you see the history of the marine sector in late 90s also and early 2000s, we had a problem in the country about when the Indian tiger shrimp had a disease. There is an institute called Rajiv Gandhi Center for Aquaculture within Empada, a society which is based in Tamil Nadu, and the director is Dr. Kandan. They have gone to Andamans, and from Andamans they have collected the wild brood stock and then domesticated the wild brood stock. And this year we had done the experiments in the field, and it is. രാജ്യത്തെ സമുദ്രോൽപ്പന്ന മേഖല മുൻപ് പല പ്രതിസന്ധികളെയും ചെറുത്ത് മുന്നേറിയതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ റഷ്യ, UK, യൂറോപ്യൻ യൂണിയൻ, നോർവേ, സ്വിറ്റ്സർലൻഡ്, മധ്യപൂർവ്വ ഏഷ്യ രാജ്യങ്ങൾ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പുതിയ കയറ്റുമതി മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. സമുദ്രോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും വൈവിധ്യാൽക്കരണവും ആവശ്യമാണ്. ചെമ്മീൻ കയറ്റുമതിയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് ഇഗ്ഡോർ. എന്നാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യയെ അപേക്ഷിച്ച് അവർ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ $7.45 ബില്യൺ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. ശീതീകരിച്ച ചെമ്മീനായിരുന്നു കയറ്റുമതിയിലെ പ്രധാന ഇനം. അമേരിക്കയും ചൈനയുമാണ് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾ പ്രധാന ഇറക്കുമതിക്കാർ. സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി 53ാം സ്ഥാപക ദിനാഘോഷവും മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 24 നടന്ന സ്ഥാപന ദിനത്തിൽ 25 വർഷം സേവനം പൂർത്തിയാക്കിയ MBDA ജീവനക്കാരെയും 80 വയസ്സ് പിന്നിട്ട് വിരമിച്ച ജീവനക്കാരെയും ആദരിച്ചു. MBDA ചെയർമാൻ TV സ്വാമി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.